കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വളരെ വലിയ രൂപത്തിൽ തന്നെ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. KSRTC ബസ്സിൽ ഒരു യുവതിക്ക് നടന്ന ആക്രമണം എന്ന പേരിലായിരുന്നു യുവതി വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഒരു സാധാരണക്കാരൻ തൻ്റെ ദേഹത്തെ സ്പർശിക്കുന്നു എന്നും തൻ്റെ ശാരീരികമായി തന്നെ അബ്യൂസ് ചെയ്യാൻ നോക്കി എന്നുമാണ് ആ വീഡിയോയിലൂടെ യുവതി പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ പിന്നീട് ആ വീഡിയോ വൈറലായ ശേഷം പുറത്തു വന്ന വാർത്ത അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നതാണ്. രാത്രിയോടെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വാർത്ത പുറത്തു വന്നതോടെ കേരളം കഴിഞ്ഞ മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒന്നുമായിരുന്നു ബസ്സിൽ ലൈംഗിക അതിക്രമം നടന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് യുവതി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച മനംനോർത്ത് ദിലീപ് എന്ന യുവാവിൻ ജീവനൊടക്കിയ സംഭവം. കോഴിക്കോട് മീഞ്ചന്ത ഗോവിന്ദാപുരം ദീപക്കാണ് മരിച്ചത്. മരണവാർത്ത പുറത്തു വന്നതോടെ വീഡിയോ പ്രചരിപ്പിച്ച യുവതിക്കെതിരെ പ്രതിഷേധം ശക്തമായി. എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ സൈബർ ബുള്ളിംഗ് നടത്തി ജീവിക്കുന്ന വ്യക്തിയെ കൂടി കുലക്കി കൊടുക്കരുത് എന്ന് പറയുകയാണ് സീരിയൽ താരം അമയ നായർ. ദീപകിന്റെ മരണത്തിന് കാരണക്കാരിയായ പെൺകുട്ടിയെ നിയമപരമായി കുറുക്കാൻ സാധിക്കില്ലെന്ന് അടക്കം ചോദിച്ച് ചിലർ മെസ്സേജ് അയച്ചിരുന്നു. എൻ്റെ അറിവ് വെച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ആ പെൺകുട്ടിക്കെതിരെ കേസ് പോകണമെങ്കിൽ അതിന് പ്രൂവ് ചെയ്യേണ്ടി വരും. മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് നിയമപരമായി പോകാൻ സാധിക്കും. പണിഷബിൾ ഒഫൻസ് ആയിരിക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. എന്നാൽ നമ്മുടെ കയ്യിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു തുടങ്ങിയതും ക്യാമറയുള്ള മൊബൈൽ ഫോണും നമ്മൾ ബസ്സുകളിൽ യാത്ര ചെയ്ത് തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. ഇതൊന്നുമില്ലാത്തൊരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. അമ്മയടക്കം കുടുംബത്തുമുള്ള എല്ലാ സ്ത്രീകളും ഒരു സാഹചര്യത്തിൽ എതിർത്ത് വന്നവരാണ് എന്ന തരത്തിലാണ് അമയ നായരുടെ വാക്കുകൾ പോകുന്നത്. അമയ നായരെ വിമർശിച്ചും ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മരണകാരണം ആ ഒരു സ്ത്രീ തന്നെയാണ് എന്നും ആ ഒരു സ്ത്രീ കാരണം അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല എന്നും ആ വീഡിയോയിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ആ സ്ത്രീയെ ലൈംഗികമായി അതിക്രമിക്കുന്നുണ്ട് എന്നതും അതേപോലെ തന്നെ ആ സ്ത്രീ അവിടെ പോയി നിൽക്കുന്നത് എന്ന തരത്തിൽ ഒരുപാട് കമൻറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കും. എന്നിരുന്നാലും ആ സ്ത്രീയെ വിമർശിച്ചുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് പേരാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.